സിനിമാ താരം മായ മേനോൻ ബി.ജെ.പിയിലേക്ക് അംഗത്വം എടുത്തിരിക്കുകയാണ്. തൃപ്പൂണിത്തുറയിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച് ബി.ജെ.പി നേതാവും എം.പിയുമായ സുരേഷ് ഗോപിയിൽ നിന്നാണ് മായ മേനോൻ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. മായ മേനോൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മാഡം, എങ്ങനെയാണ് ബി.ജെ.പിയിലേക്ക് ഒരു കടന്നുവരവ്? അല്ല, ബി.ജെ.പി എന്നതിനൊക്കെ എനിക്ക് പാർട്ടികളല്ല ഞാൻ നോക്കുന്നത്, അവരെന്താണ് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്താണ് അവർ ചെയ്യുന്നത്. അപ്പോൾ 2014 തൊട്ട് നമ്മൾ കണ്ടുവരുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ മഹാനായ മനുഷ്യൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ ടിക്കിട്ട് പോകുന്നത്, അതായത് ഓരോ കാര്യങ്ങൾ ചെയ്ത് ഇത്രയും വർഷം മറ്റു പലർക്കും ചെയ്യാൻ കഴിയാതിരുന്നത് ഇത്രയും കുറച്ച് സമയം കൊണ്ട് അദ്ദേഹം ഒരുപാട് അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് ഫുൾഫിൽ ചെയ്യണമെന്നുള്ളത് ഞാൻ ഒരു രാഷ്ട്രീയ നിരീക്ഷക എന്നുള്ള തരത്തിൽ ശ്രദ്ധിക്കേണ്ടായി. ഈ പറയുന്ന പോലെ മോദിജി വന്നതിന് ശേഷം നമ്മുടെ നാടിൻ്റെ പ്രതിച്ഛായയും നമ്മുടെ വളർച്ചയും GDP-യിലും എല്ലാം തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് മാത്രമേ ഉണ്ടായി കണ്ടിട്ടുള്ളൂ. അതിൻ്റെ ബേസിസിലാണ് ഈ പാർട്ടിയുടെ ഒപ്പം നിൽക്കാം എന്നുള്ളത് വന്നത്. പക്ഷേ ഞാൻ അതിനു വേണ്ടി ഒന്നും പ്രവർത്തിച്ചില്ല. ഇന്നലെ ഇവരെന്നെ ക്ഷണിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കാരണം ഇന്ന് തൃക്കാർത്തിക ദിവസമായിട്ട്, എൻ്റെ കുലദേവതയുടെ പിറന്നാൾ ദിവസമായിട്ട്, എന്താ പറയുക, മുരുകയുഗം തുടങ്ങിയ ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ തിരി തെളിഞ്ഞിരിക്കുകയാണ് തിരുപ്പുറംകുன்றത്ത്. ആ ദിവസം തന്നെ സുരേഷ് ഏട്ടൻ്റെ കയ്യിൽ നിന്ന് ഈ അംഗത്വം കിട്ടുക എന്ന് പറഞ്ഞത് എൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. ഇന്നലെ വൈകുന്നേരം വരെ എനിക്കറിയുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഐ കൺസിഡർ ദിസ് ആസ് എ ബ്ലെസ്സിങ്. സജീവമായി തന്നെ ബി.ജെ.പിയുടെ ഒപ്പം ഉണ്ടാവോ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടം കൂടിയാണ്? രാഷ്ട്രീയക്കാരിയല്ല, ആക്ച്വലി ഞാൻ കലാകാരിയാണ്. ഏതായാലും കഴിഞ്ഞ 10 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിനെ വിലയിരുത്തിയതിന് ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ബി.ജെ.പി അംഗത്വം എടുത്തിട്ടുണ്ടെങ്കിലും ഏതായാലും സജീവമായിട്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് അവർ ഇപ്പോഴില്ല എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. ക്യാമറമാൻ ബൈജു CS-നൊപ്പം കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി.